അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തിയിലാണ്. കൽപ്പാത്തിയിലെ 1, 2, 3, 4 ബൂത്തുകളാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആളുകൾ കുറവാണ്. രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയായപ്പോൾ വോട്ടിംഗ് ഒന്ന് മന്ദഗതിയിലായി. കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായ ക്യൂ ഒന്നും തന്നെ ഇപ്പോഴില്ല. അത് ഇവിടുത്തെ ഒരു രീതി അല്ലെങ്കിൽ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഏകദേശം ഈ ഒരു 3 മണിക്ക് ശേഷമായിരിക്കും കൂടുതലായി വോട്ടർമാരെത്തുക എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഈ ഒരു സ്ഥലത്തിന്, ഈ ഒരു 4 ബൂത്തുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ഇത് കോൺഗ്രസിന് ആണ് ഇവിടെ മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് കഴിഞ്ഞ തവണ മുതൽ BJPക്ക് വലിയ രീതിയിൽ ലീഡ് കിട്ടിയ ഒരു ബൂത്തുകൾ കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ചില വോട്ടർമാർ വരുന്നുണ്ട്. അമ്മ വോട്ട് ചെയ്തോ? ഏത് ബൂത്തിലായിരുന്നു? 3 ബൂത്ത്. എന്തൊക്കെ വെച്ചാണ് വോട്ട് ചെയ്തത്? എന്തൊക്കെ മനസ്സിൽ വെച്ചാ വോട്ട് ചെയ്തത്? നന്നാവണം എല്ലാവരും പറഞ്ഞിട്ട്, എല്ലാവരെയും നന്നാക്കണം പറഞ്ഞിട്ട് ചെയ്തു. എല്ലാവരും നന്നാക്കണം എന്ന് പറഞ്ഞു. അമ്മയുടെ വീട് കൽപ്പാത്തിയിലാണോ? അതെ, കൽപ്പാത്തിയിലാണ്. അതെ. ആദ്യം കൽപ്പാത്തി തേരിന്റെ അന്നാണ്, 1-ാം തേരിന്റെ അന്നാണ് വോട്ട് വെച്ചിരുന്നത്. അത് മാറ്റിയതൊക്കെ സൗകര്യമല്ലേ? അതെ. അത് കാരണം തന്നെ ഇഷ്ടപ്പെട്ട് തന്നെ വോട്ട് ചെയ്തു. സൗകര്യമായിട്ട് വരാൻ പറ്റി. ഇപ്പൊ ഇങ്ങനെ ഒരു അമ്മയൊക്കെ പറയുന്ന കേട്ടില്ല, എല്ലാവരും നന്നാവണം എന്ന് വിചാരിച്ചാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് പാലക്കാടൻ വോട്ടർമാരുടെയൊക്കെ മനസ്സ്. നല്ലത് വരണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് പലരും വോട്ട് ചെയ്യുന്നത്. നിരവധി പേർ ഇവിടെ രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മന്ദഗതിയിലായിട്ടുണ്ട്. മൊത്തത്തിൽ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. എന്തൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് വോട്ട് ചെയ്തത്? പാലക്കാടിൻ്റെ വികസനം അത് മുന്നിൽ കണ്ടിട്ടാണ്. അഴിമതിയില്ലാത്ത ഒരു ഭരണം വരണം, MLA അത് മുന്നിൽ കണ്ടിട്ടാണ് വോട്ട് ചെയ്തത്. അതെ. 4 ബൂത്തുകളുണ്ട് ഇവിടെ. അതെ. ഏത് ബൂത്തിലായിരുന്നു? 4-ാം ബൂത്ത്. ഇവിടെ സ്ഥാനാർത്ഥികളൊക്കെ എത്തിയിരുന്നോ? സ്ഥാനാർത്ഥികൾ ഇടയ്ക്ക് വന്നു പോകും. പിന്നെ കൽപ്പാത്തി തേര് കഴിഞ്ഞ ദിവസം ഉത്സവമായിരുന്നല്ലോ, അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവരും ഉണ്ടായിരുന്നു. 20-ാം തീയതി ആക്കിയത് കൽപ്പാത്തിൽ നിന്ന് മാക്സിമം വോട്ട് ചെയ്യാൻ ആൾക്കാർ എത്തും. അപ്പൊ ഈ കൽപ്പാത്തി തേരിനൊക്കെ വന്ന കുറെ പേരൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വോട്ട് ചെയ്യാൻ വന്നിരുന്നു. അവര് ഇവിടെ വോട്ടുള്ളവര് നിന്നു. വോട്ട് എല്ലാവരും ഉണ്ടാവില്ലല്ലോ, വോട്ടില്ലാത്തവരൊക്കെ പോയി. അതെ, ബാക്കിയുള്ളവരൊക്കെ വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. ഇവിടെ വോട്ടുള്ളവർ പേര് വേണമല്ലോ അവർ. കൽപ്പാത്തി ഒരു ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ സ്ഥിരതാമസം ഇല്ലാത്ത അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നു പോകുന്നവരൊക്കെ തന്നെ ഇവിടെ നിലയുറപ്പിച്ചു. അതിനുശേഷം ഇന്ന് വോട്ട് ചെയ്തതിനു ശേഷമാണ് പലരും കൽപ്പാത്തി നമുക്കറിയാം, അവിടെ രഥോത്സവം ഒക്കെ കാരണമാണ് ഈ ഇലക്ഷൻ നീട്ടിവെച്ചത്. അതുകൊണ്ട് അവിടുത്തെ ആർക്ക് കൂടുതലായി സജീവമായി തന്നെ ഇലക്ഷന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നതാണ് ഒരു പ്രത്യേകത. ഗൂഗിളാണ് കൽപ്പാത്തിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. AK സ്റ്റെഫിൻ കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. സ്റ്റെഫിൻ, നേരത്തെ ആ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷനും പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയോ? സ്റ്റെഫിൻ നിൽക്കുന്ന ബൂത്തിലും സമീപ ബൂത്തുകളിലുമൊക്കെ എങ്ങനെയാണ്, തിരക്കുണ്ടോ ഇപ്പോൾ? ദിവിഷ, ഞാൻ നിൽക്കുന്ന ബൂത്തിൽ രാവിലെ മുതൽ തന്നെ കാര്യമായ ഒരു തിരക്ക് നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നില്ല. കാരണം ഒരു വലിയ ക്യൂവോ അല്ലെങ്കിൽ ഒരു വലിയ തിക്കും തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. അതിന് കാരണം ഒരു 430 പേർ മാത്രമേ ഈ ബൂത്തിലുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് BJPയുടെ ജില്ലാധ്യക്ഷനായിട്ടുള്ള KM ഹരിദാസ് ഇവിടെയാണ് വോട്ട് രേഖപ്പെടുത്താൻ വരുന്നത്. ഏതായാലും അദ്ദേഹം, നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത് ഏതായാലും ഉച്ച വരെ അദ്ദേഹം ഇവിടെ വരില്ല എന്നുള്ളത് തന്നെയാണ്. ഉച്ച കഴിഞ്ഞ ശേഷം മാത്രമേ അദ്ദേഹം വരികയാണെങ്കിൽ പോലും ഇങ്ങോട്ടേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോ ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വരുമോ എന്ന കാര്യത്തിൽ ഉറപ്പിച്ച് പറയാനും ഏതായാലും കഴിയില്ല. മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഈ ഇരട്ട വോട്ടിൻ്റെ വിഷയം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ തടയുമെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ CPM വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രശ്നമായി തന്നെ തുടരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു രീതി, ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വയനാട് സമാനമായ രീതിയിലേക്കാണോ നമ്മുടെ പാലക്കാട് മാറുന്നതെന്നൊരു സംശയം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന കണക്കനുസരിച്ച് 11:30 വരെയുള്ള പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 27.52 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 12 മണി വരെ ഉള്ള പോളിംഗ് ശതമാനം 42.42 ആയിരുന്നു. 27-ൽ നിന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാലും 12 മണിയുടെ കണക്ക് വരുമ്പോൾ ഒരു പക്ഷേ ഒരു 30-32 ഒക്കെ വരാനുള്ളൊരു സാധ്യത മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എങ്കിൽ തന്നെയും ഒരു 8% കുറവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ തവണ രാവിലെ 8 മണി വരെയുള്ള ശതമാനം 8.49% പക്ഷേ ഇപ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കുറവുണ്ട്. അതോടൊപ്പം തന്നെ 9 മണിയുടെ സമയത്ത് 17% അവിടെയും ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നേരിയ തോതിലുള്ളൊരു കുറവുണ്ട്. അങ്ങനെ ഓരോ സമയത്തെ അവസാന ഘട്ട ഈ വോട്ടിംഗ് ശതമാനം നമ്മൾ നോക്കിക്കഴിയുമ്പോഴും കൃത്യമായി ഒരു 6% അല്ലെങ്കിൽ ഒരു 4% കുറവാണ് സ്ഥിരമായി ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ഒരു 75% പോളിംഗ് ശതമാനം ഉയരുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം ചെറിയ തോതിലെങ്കിലും ഒരു ആശങ്ക കാണും അവർക്കും. കാരണം ഞാൻ തിരികെ വരാം. വളരെ